കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുട്ടിയാണ് കുടുംബശ്രീ. തൊഴിലുറപ്പിൻ്റെത് കഴിഞ്ഞ് ടീച്ചറമ്മ തൊഴിലുറപ്പിനെ പെറ്റിട്ട് അതിപ്പോൾ മുട്ടിലഴിയാൻ തുടങ്ങി കാണും. അപ്പോഴത്തേക്കും പ്രതിഫേച്ചി കുടുംബശ്രീയെ പെറ്റിട്ട് ഇടതുപക്ഷം കൊണ്ടുവന്നതാണ് കുടുംബശ്രീ. ആലപ്പുഴയിലാണ് അതിന്റെ ജനനം. ഇനി എത്ര കുട്ടികളുടെ പിതൃത്വം ഇവിടുത്തെ ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ടി വരുമോ എന്തോ. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കുട്ടികളുടെ കണക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയല്ലേ ഓരോ അമ്മമാര്. ഇടതുപക്ഷം കൊണ്ടുവന്നതാണ് കുടുംബശ്രീ. ആലപ്പുഴയിലാണ് അതിന്റെ ജനനം. അതെ, ഇനിയെങ്കിലും ജനങ്ങൾ ആ നഗ്ന സത്യം തിരിച്ചറിയണം. ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് ആലപ്പുഴയിലെ പാലങ്ങളാണ്. ആലപ്പുഴയിലെ ഒരു പാലത്തിന് ചുവട്ടിലിരുന്ന് എട്ടും പൊട്ടും തിരിയാത്ത പയ്യന്മാർ കൂട്ടം കൂടിയിരുന്ന് പപ്പായത്തണ്ടിൽ അല്ല ചേച്ചി, പ്രതിഫേച്ചി, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആലപ്പുഴയിലെ പാലങ്ങളുടെ കാലിന് അടിയിലുള്ള ആ ഒരു വിസ്തൃതി, അതും നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ വിജയമാണെന്നുള്ളത്. ആലപ്പുഴയിലാണ് അതിന്റെ ജനനം. അപ്പൊ പ്രതിഫേച്ചി പറഞ്ഞു വന്നത് ആലപ്പുഴയിലായിരുന്നു കുടുംബശ്രീയുടെ ജനനം. ജനിക്കുന്നതിന് ഏകദേശം വയറ്റിക്കിടന്ന് 7 മാസം പ്രായമൊക്കെ ആയപ്പോഴേ സഖാക്കളെല്ലാം കൂടെ ചേർന്ന് പേര് കണ്ടുവച്ചതാ. കുടുംബശ്രീ എന്നുള്ളത് ഒഫീഷ്യൽ പേര്. കുടു എന്ന് വീട്ടിൽ വിളിക്കുമെന്ന്. ആ കഥയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അല്ലേ പ്രതിഫേച്ചി? ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആണല്ലോ, അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അതായത് ഇപ്പോൾ ജനറൽ ആശുപത്രി ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ആലപ്പുഴ, അവിടെ വെച്ചായിരുന്നു ജനനം. ഇത്ര കൃത്യമായിട്ട് തൂക്കമൊക്കെയുള്ള ഒരു കുടുംബശ്രീ ജനിച്ചത് ആ സമയത്ത് പ്രത്യേകം ലോകശ്രദ്ധ നേടിയ ഒരു കാര്യം കൂടായിരുന്നു. കാരണം ജനിക്കുന്ന കുടുംബശ്രീകൾക്കൊക്കെ തൂക്കക്കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൈകല്യത്തോടൊക്കെയാണ് ജനിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇത് പോഷകാഹാരമൊക്കെ നല്ല കൃത്യമായിട്ട് കൃത്യസമയത്ത് എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് നല്ല തൂക്കത്തിലൊക്കെയാണ് കുടുംബശ്രീ ജനിച്ചത്. കുടുംബശ്രീയുടെ 1-ാം പിറന്നാളൊക്കെ ആഘോഷിച്ചതല്ലേ പ്രതിഫേച്ചി? നാട്ടുകാർക്കൊന്നും അറിയത്തില്ല. ഈ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള പഴയ ഓർമ്മകളിലേക്ക് കടക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒരു പിടി അരി എടുത്തുകൊണ്ട് 10 സ്ത്രീകൾ അവരുടെ വീട്ടുമുറ്റത്തിരുന്ന് രൂപീകരിച്ച സംരംഭമാണ് സഖാവിക്കൻ നായനാരുടെ കാലത്ത്. അതാണ് കുടുംബശ്രീ. ഒരു പിടി അരി 10 പേര് അങ്ങോട്ട് ചുറ്റും ഇരുന്ന് ഒരാൾക്ക് 3 അരി വെച്ച് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്ത് അതോടുകൂടി ആ സ്ത്രീകളുടെ ജീവിതം രക്ഷപ്പെടുമായിരുന്നു. അതായത് ആ ഒരു പിടി അരിയിൽ ഓരോ അരിമണിയിലും സഖാക്കളുടെ വിയർപ്പുണ്ടായിരുന്നു. ചെളി പുരണ്ട കൈയുടെ ആ ഒരു വിരൽ പതിപ്പിക്കുമ്പോൾ പറ്റുന്ന ആ ഒരു വിരലടയാളം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ 3 അരി വെച്ച് ഓരോരുത്തരും കൊണ്ട് വീട്ടിലെ തിളയ്ക്കുന്ന വെള്ളത്തിൽ ആ കലത്തിലേക്ക് ഇട്ടപ്പോഴേ അതൊരു 30 നാഴി അരിയുടെ പൊലിമയോടുകൂടി പുറത്തു വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണ് കുടുംബശ്രീ ആദ്യമായി ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. പിന്നെ ഒരു പിടി അരി കൊണ്ട് ഒരു വീട്ടിലെ 10-20 ആളുകളുടെ വയറ് നിറച്ച കുടുംബശ്രീയുടെ പിന്നിലെ വിജയത്തിന് കാരണമായ അരിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി, ഗവേഷണങ്ങളായി ലോകത്തെമ്പാടുമുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഈ ആലപ്പുഴ ജില്ല തേടി വരവായി. എന്തൊക്കെ ബഹളമായിരുന്നു എന്നറിയാവോ? ഇതൊക്കെ ഇന്നലെ എന്നതുപോലെ പ്രതിഫേച്ചിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. കുടുംബശ്രീ പറയാം, ഞങ്ങൾ കോൺഗ്രസ്, ഞങ്ങൾ BJP, ഞങ്ങൾ മറ്റേ പാർട്ടി, നിങ്ങളെല്ലാം ഇടതുപക്ഷമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചരിത്രം അറിയില്ലെങ്കിൽ വേണ്ട, ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, അത് അന്വേഷിക്കേണ്ട. ഇപ്പോഴത്തെ കുടുംബശ്രീ നിങ്ങളൊന്ന് കേൾക്കൂ. അവിടെ കോൺഗ്രസ്സുകാരുണ്ടോ കുടുംബശ്രീയിൽ? BJPക്കാരുണ്ടോ? ഇടതുപക്ഷം മാത്രം. ഇടതുപക്ഷ അനുഭാവികൾ മാത്രമല്ലേ ഓരോ കുടുംബശ്രീയിലും ഉള്ളത്. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് ചെന്ന് നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബശ്രീക്കാരെ ഒന്ന് കണ്ടാൽ മതി, അവരോടൊന്ന് സംസാരിച്ചാൽ മതി. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയല്ല പറയുന്നത്, ശരിയുടെ പക്ഷത്തിൽ നിന്ന്. കൊടിയുടെ കളറൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലായിരുന്നു. ശരിയുടെ കക്ഷത്ത് കയറി ഇരിക്കുക, എന്നിട്ട് ആ നാറ്റം നാട്ടുകാരെ അറിയിക്കുക, അത് മാത്രമായിരുന്നു ഒരേ ഒരു ലക്ഷ്യം. അടുക്കളയിൽ 3 നേരം ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് ബാക്കി വരുന്നത് മാത്രം കഴിച്ച് അടുപ്പൂതി കഴിഞ്ഞിരുന്ന കേരളത്തിലെ ശരാശരി ഒരു സ്ത്രീയുണ്ട്. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. അല്ല, 3 നേരം ഇഷ്ടം പോലെ വീട്ടിൽ ആഹാരമൊക്കെ ഉണ്ടായിട്ടും വേസ്റ്റ് മാത്രം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ടായിരുന്നോ? അടുപ്പെന്തോത്തിന് ഊതിയിട്ട് പോകുന്ന? അടുപ്പ് കെടുത്തുക എന്നാണോ? ഞങ്ങളൊക്കെ ഊതുന്നത് കത്തിക്കാനാണ്. അല്ല പ്രതിഫേച്ചി, നമ്മളിപ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അടുപ്പ് ഊതുന്നത് എന്തിനാ? ഊതുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുപ്പ് കെടുത്തുന്നത് എങ്ങനെയാന്നൊക്കെ അടുപ്പ് കത്തിച്ച് പരിചയമില്ലാത്ത പ്രതിഫേച്ചി ഇങ്ങനെ നിന്ന് മെഴുകേണ്ട കാര്യമുണ്ടോ? ഗ്യാസിലേ ആ ഗ്യാസ് സ്റ്റൗവിൽ ഇങ്ങനിട്ട് അടിക്കാനല്ലേ അറിയുള്ളൂ. പിന്നെ ഊതി കെടുത്താൻ എല്ലാവർക്കും അറിയാം കേട്ടോ. ആ കാര്യത്തിൽ എല്ലാവരും പ്രഗത്ഭര. ആ സ്ത്രീയെ ഇന്ന് സമൂഹത്തിലെ നവകേരളത്തിലെ സ്ത്രീയാക്കി മാറ്റിയതില് നവകേരളത്തിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും വാർത്തെടുത്തതിൽ നവകേരള ശില്പിക്ക് മാത്രമല്ല പങ്ക്. കുടുംബശ്രീക്ക് ചെറിയ പങ്കൊന്നുമില്ല, തന്നെ ഒരു ദിവസം വന്നതല്ല. കുടുംബശ്രീക്കും പങ്കുണ്ട്.
ഈ പങ്കുള്ള കുടുംബശ്രീ ചുമ്മാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പൊട്ടിപ്പറന്ന് വീണതല്ല. അതിനെ ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. ഇനി കുടുംബശ്രീയെ ജനിപ്പിച്ച ചരിത്രം പറയണ്ട, അതിൻ്റെ ബയോളജിക്കൽ പ്രോസസ്സൊക്കെ പറയണ്ട. ഞങ്ങൾക്ക് നാണം വരുന്നു. ഇത്ര നേരം വിയർത്ത് നാട്ടുകാരുടെ കയ്യടി നേടാൻ വേണ്ടി, വൈറലാകാൻ വേണ്ടി പ്രസംഗിച്ച് തളർന്ന പ്രതിഭേച്ചിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച കുടുംബശ്രീയുടെ രൂപീകരണം ഏത് വർഷത്തിലാണ് നടപ്പിലായത്? പ്രതിഭേച്ചി 1998. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? പഞ്ചായത്തി രാജ് സംവിധാനത്തിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് വിഭാവനം ചെയ്തത്. ഇനി പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഇതിന്റെ രൂപീകരണത്തിന് അടിത്തറയായത്: ജനകീയ ആസൂത്രണം, അയൽക്കൂട്ടങ്ങൾ, ദാരിദ്ര്യ ലഘൂകരണം. ജനകീയാസൂത്രണം എന്ന് പറഞ്ഞാൽ പ്രാദേശിക വികസനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കൽ. അയൽക്കൂട്ടങ്ങൾ എന്തിനായിരുന്നു? സ്ത്രീകളുടെ സമ്പാദ്യശീലം വളർത്താൻ വേണ്ടി ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതാണ് അയൽക്കൂട്ടങ്ങൾ ലക്ഷ്യമിട്ടത്. ദാരിദ്ര്യ ലഘൂകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സ്വയം പര്യാപ്തമാക്കുക. ഇനി കുടുംബശ്രീ പ്രധാനമായിട്ട് 3 തട്ടുകളിലായാണ് പ്രവർത്തിക്കുന്നത്: അയൽക്കൂട്ടം അഥവാ NHG, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ ADS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി അഥവാ CDS. ഇത് അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും താഴെത്തട്ടിലുള്ള 10-20 സ്ത്രീകൾ ചേർന്ന ഒരു കൂട്ടായ്മ. ADS എന്ന് വെച്ചാൽ വാർഡ് തലത്തിലുള്ള കൂട്ടായ്മ. CDS എന്ന് വെച്ചാൽ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭാ തലത്തിലുള്ള കൂട്ടായ്മ. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുട്ടിയാണ്. ഇടതുപക്ഷം കൊണ്ടുവന്നതാണ് കുടുംബശ്രീ. ആലപ്പുഴയിലാണ് അതിന്റെ ജനനം. ഇനി ഞാൻ പറഞ്ഞ കുടുംബശ്രീ ആണോ പ്രതിഭേച്ചി ഉദ്ദേശിച്ച കുടുംബശ്രീ എന്നറിയില്ല. ഇവിടെ കുടുംബശ്രീ എന്നുള്ള പേരില് ഒരുപാട് കുട്ടികൾ ജനിച്ചതായിട്ടുള്ള അറിവില്ല. അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്ക് ആ ഒരു കാലഘട്ടത്തിലെ രജിസ്റ്ററുകളൊക്കെ ഒന്ന് പരിശോധിക്കണം, ജനനമെല്ലാം നടന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇനിയിപ്പോൾ കുടുംബശ്രീയെ പറ്റേൻ്റെയും തൊഴിലുറപ്പിനെ പറ്റേൻ്റെയും ഒന്നും ക്രെഡിറ്റ് നമുക്കില്ലേലും പോഷകാഹാരം കൊടുത്ത് ജനങ്ങളെ വീർപ്പിച്ചില്ലേ, അതിൻ്റെ ക്രെഡിറ്റ് നമുക്കുണ്ട് പ്രതിഭേച്ചി. അത് വേറെ ആരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിരത്തി അടിച്ചുകൊണ്ട് പോകത്തില്ല. പിന്നെ അറിവില്ലായ്മയും വിവരദോഷവും ഒന്നും ആരുടെയും കുറ്റമല്ല. അതുകൊണ്ട് തന്നെ തെറി ഒഴികെയുള്ള വിമർശനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്.